ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. ഹലോ അമ്മേ, കാര്യങ്ങൾ എന്തായി? ഗിരീഷ് വീട്ടിലെത്തിയിട്ടുണ്ട്. ആണോ അമ്മേ? ഓ, ഗിരീഷേട്ടെത്തി ആണോ? ആ, ഒക്കെ ത്യാഗരാജന്റെ ചതിയാ. കേസിന്റെ കാര്യത്തില് കാട്ടൂരാൻ തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാട്ടൂരാന്റെ ഇടപെടൽ കാരണോ ഗിരീഷിനെ വിട്ടയക്കാൻ ത്യാഗരാജൻ നിർബന്ധിതനായത്. എന്താ സംഭവിച്ചത്? പറയാൻ കുറെയുണ്ട്. നിങ്ങളൊന്ന് വേഗം വീട്ടിലേക്ക് വാ. വേറെ ടെൻഷനൊന്നും വേണ്ട. ശരിമേ, ഞങ്ങൾ ഉടനെ എത്താം. സത്യം പറഞ്ഞാൽ ഇപ്പോഴാ മനസ്സൊന്ന് തണുത്തേ. പാവം ഗിരീഷേട്ടൻ ഇത്ര സമയത്തിനുള്ളിൽ കുറെ അനുഭവിച്ചാണ്. ഏയ്, ഗിരീഷേട്ടനെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളല്ലേ. ഗിരീഷേട്ടൻ വളരെ കൂളായിട്ടായിരിക്കും കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടാവുക. ആ, താൻ കേറ്, പോ. കേറട്ടെ? ആ, ഒരു ചായ വാങ്ങിച്ചിട്ട് വാ. വേണ്ട വേണ്ട, ഇന്ന് 3 ചായ കുടിച്ചു. ഒരുപാട് ചായ കുടിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? ചായ അല്ലാതെ പിന്നെ ചാരായമാണോ കുടിക്കേണ്ടത്? അയ്യോ സാറോ, ഏലിയ ചേർത്ത് ചായ മേടിച്ചല്ലോ. ഓ, 2 വാങ്ങിച്ചോ, ഒന്ന് എനിക്കും വേണം. ഓ ഓ, ചെല്ല്. എന്തു പറ്റിയിടോ തനിക്കത്? പറ്റിപ്പോയി. തനിക്ക് അങ്ങനെ പറ്റാറില്ലല്ലോ. അതെ, പ്രതീക്ഷിച്ചില്ല. സാധാരണ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സൂചന കിട്ടും. ഇത് നേരം നിറയില്ലാത്ത രീതിയായിരുന്നു. ഒളിച്ചിരുന്നിട്ട് അടിച്ചു പിടിച്ചു സാറേ. ആ ത്യാഗരാജൻ നേരം നിറയില്ലാത്തവനാണെന്ന് എനിക്കറിയില്ലായിരുന്നോ? അവരെ ഞാൻ എല്ലാം അറിയിച്ചു കൊടുക്കും സാറേ. തന്നെ ഇങ്ങനെ ഒരവസ്ഥയെ കണ്ടപ്പം എനിക്കും സഹിക്കാൻ പറ്റുന്നില്ലടോ. സാറ് വിഷമിക്കണ്ട, അവനെ ഞാൻ കണ്ടോളാം. താൻ കണ്ടോ? തനിക്ക് വേണ്ടി എന്റേതായ രീതിയിൽ ഞാനും കണ്ടോളാം. സാറും സൂക്ഷിക്കണം. ത്യാഗരാജൻ ഇപ്പോഴത്തെ ശത്രു കാട്ടൂരാൻ വയ്ക്കില്ല. താൻ എന്നെ പേടിപ്പിക്കാണോ? തന്നെ പോലുള്ള ഗുണ്ടകളെ കാണുന്നതേ എനിക്ക് പേടിയാ. ഞാനും സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. സൂക്ഷിച്ചാലും ഇല്ലെങ്കിലും വരാനുള്ളത് വഴി തങ്ങുകയല്ലേ എന്റെ സ്തപ്പനെ. കിട്ടേണ്ടത് കിട്ടും. ചന്ദ്രോത്ത് പ്രഭാവതി മാഡം വിളിച്ചിട്ട് എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല. അതിന്റെ ഒരു വിഷമമുണ്ട്. ആ വിഷമമൊക്കെ തീർക്കാവിടോ. വരട്ടെ, താൻ ആദ്യം ഒന്ന് പുറത്തിറങ്ങ്.